ഹായ് ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈബിളിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഭൂമി പരന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഫ്ലാറ്റ് എർത്ത് അതുപോലെ തന്നെ ഞാൻ മെട്രിക്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പല മതങ്ങളെ പറ്റി പറഞ്ഞു. അതെങ്ങനെ നമ്മളെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല മതങ്ങൾ എങ്ങനെ നമ്മൾക്ക് സപ്പോർട്ടിങ് പോലെ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരിൽ വന്ന തെറ്റുമെന്താണെന്നും ഞാനിങ്ങനെ പരാമർശിക്കുന്നുണ്ട്. അവർ ഈശോനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതായിരുന്നു അവരുടെ തെറ്റ്. പക്ഷെ അവരിൽ ഉള്ള പല സത്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫ്ലാറ്റ് എർത്ത് എന്തുകൊണ്ടാണ് ഞാൻ ഫ്ലാറ്റ് എർത്താണെന്ന് പറയുന്നത്, അത് എന്തുകൊണ്ട് ഞാൻ വിശ്വസിച്ച് തുടങ്ങി. അപ്പോൾ ബൈബിൾ പ്രകാരം എനിക്ക് തോന്നിയേക്കണത് ഫ്ലാറ്റ് എർത്താണ്. അത് ഞാൻ ഈ പുതിയൊരു വീഡിയോയിൽ ബൈബിളിൻ്റെ ആദ്യ ഭാഗം തന്നെ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ബൈബിളിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്ന സത്യങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ കൂടുതലും ഫ്ലാറ്റ് എർത്താണെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഞാൻ ഫ്ലാറ്റ് എർത്ത് പീപ്പിളുടെ വീഡിയോകൾ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ അതിങ്ങനെ കാണാൻ തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ കമൻറ്റുകളിലൊക്കെ ഞാൻ പോയി നോക്കിയപ്പോൾ നോക്കുമ്പോൾ ദൈവമുണ്ട് എന്തിട്ട് ഇവർ ദൈവത്തിന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, ഈ ഫ്ലാറ്റ് എർത്തിൻ്റെ ആൾക്കാരൊക്കെ ദൈവത്തിൻ്റെ ആൾക്കാർ. അപ്പോൾ ദൈവത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ ഫ്ലാറ്റ് എർത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നത്. പിന്നീട് ഞാൻ ഫ്ലാറ്റ് എർത്തിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ നോക്കുമ്പോൾ എനിക്ക് ആ വീഡിയോകളിൽ കാണുമ്പോൾ ഇഷ്ടം പോലെ വീഡിയോകളുണ്ട്, റീൽസുകൾ, അത് ഇൻസ്റ്റയിൽ. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല, അത് നമ്മൾ അത് കാണാൻ നിൽക്കണില്ല. നമ്മൾ വേറെ എന്തൊക്കെയോ നമ്മുടെ മൈൻഡിൽ വേറെ എന്തൊക്കെയോ കാണാൻ നമ്മൾ ആഗ്രഹിച്ച് ഒരു ആവശ്യമില്ലാണ്ട് നമ്മുടെ സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. പലതും ചപ്പും ചവറൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ പല സത്യങ്ങൾ ചിലപ്പോൾ വന്നെന്ന് പറയും. പക്ഷെ നമ്മൾ അത് ഇഗ്നോർ ചെയ്യും, കാരണം ഓരോ മണ്ടത്തരങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ ഫ്ലാറ്റ് എർത്ത് എന്തൊരു മണ്ടത്തര അല്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി പിന്നെ തോന്നും അതാണ് കറക്റ്റ്. അത് ഇങ്ങനെ ചന്ദ്രൻ നീങ്ങണു, സൂര്യൻ നീങ്ങണു, അതിൻ്റെ ഒക്കെ കറക്റ്റ് ലൈക്ക് ഒരു പ്രൂഫ് പോലെ അവർ ഉണ്ടാക്കിയിട്ടേക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിയൽ പ്രൂഫുകളായിട്ട് ഇപ്പോൾ സൂര്യനെ എങ്ങനെ കറങ്ങണം. ഇപ്പോൾ ഫ്ലാറ്റ് എർത്ത്, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ സൂര്യൻ പോകണു ചന്ദ്രൻ പോകണു, ഇങ്ങനെ എർത്ത് ഇങ്ങനെ നേരെ ഫ്ലാറ്റ്, ഇവിടെ സൂര്യൻ ഇവിടെ ചന്ദ്രൻ, അതിങ്ങനെ കറങ്ങണേണ്ടപ്പോൾ അവർ ഇങ്ങനെ എന്തോ കറങ്ങുന്നുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അതുപോലെ തന്നെ സോളാർ എക്ലിപ്സ് എങ്ങനെ, ലൂണാർ എക്ലിപ്സ് എങ്ങനെ, അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സൂര്യൻ മുകളിൽ കൂടെ പോവും അല്ലെങ്കിൽ താഴത്തു കൂടെ പോകും. അപ്പോൾ സോളാറും ലൂണാറും മാറി വരും. അങ്ങനെയൊക്കെയാണ് വരാം. അപ്പോൾ അതൊക്കെ പ്രൂഫുകളായിട്ടുള്ള വീഡിയോകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ എൻ്റെ ഷോർട്സിൽ അത് കുത്തിക്കയറ്റി വിട്ടിട്ടുണ്ട്. നിങ്ങൾ അത് പോയി നോക്കണം. വെറുതെ ഇത് മാത്രം കണ്ടിട്ടായിരിക്കും, ഷോർട്സ് കാണണം. അപ്പോൾ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ഷോർട്സുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് എർത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ മെട്രിക്സിൻ്റെയും ഒരു ഐഡിയ കിട്ടും. എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മനുഷ്യരെ ഇവർ ഇങ്ങനെ ഒരു ആൻഡ്രൂ ടൈറ്റ് പറഞ്ഞ ആൾക്കാരൊക്കെ ഇല്ല, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് മെട്രിക്സിനെ കുറിച്ച്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യരെ ഇങ്ങനെ ഭരിക്കണ ഒരു സ്ഥലം. അപ്പോൾ അതിലും ഞാൻ ദൈവത്തിനെ വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ഞാൻ ഈ ദൈവത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങി. ഫ്ലാറ്റ് എർത്ത്, തേങ്ങ മാങ്ങ, അന്ധവിശ്വാസം പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. അന്ധവിശ്വാസങ്ങളല്ല, എനിക്ക് അതിലൊക്കെ അർത്ഥം തോന്നി തുടങ്ങി. ഡൈനോസറിനെ കുറിച്ച് പറയുന്നത് അതൊക്കെ ബൈബിളിൽ പണ്ടേ പറയുന്നുണ്ട്. ഡൈനോസർ എന്നല്ല, ഡ്രാഗൺ എന്നാണ് അതിന് പറയാം, ഡ്രാഗൺസ്, അതൊക്കെ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളെവിടെ, ഇതൊക്കെ പെർഫെക്റ്റ് ടൈം സോണുകളൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ എയറോപ്ലെയിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈ സ്റ്റോപ്പിൽ നിന്ന് ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നു. ഭൂമി വളഞ്ഞാണെങ്കിൽ എന്തിനും ഇവർ ഇങ്ങനെയൊക്കെ പോകുന്നു, സ്ട്രൈറ്റ് ആണെങ്കിൽ ആ പാത്ത് കറക്റ്റ് ആവണം. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ പോയി ഒരിടത്ത് ചോദിച്ചറിയാം ഭൂമി ഫ്ലാറ്റാണ്. അവരിന്ന് അവരൊരു കർവേച്ചർ കണ്ടിട്ടില്ലേ, എത്ര ദൂരത്തിൽ പോയി കർവേച്ചർ. പക്ഷേ മൂണിലേക്ക് പോണത് അതൊക്കെയാണ് നമ്മൾ മണ്ടത്തരങ്ങൾ പറയും. മൂണിക്ക് പോയി നീൽ ആംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രന് കാലുകുത്തി, അത് എന്തിനു വലിയ കള്ളത്തരം. അതൊക്കെ റിയൽ പ്രൂഫുകളായിട്ടുള്ളതുണ്ട്. പക്ഷെ നിങ്ങൾ കാണാൻ നിന്നിട്ടില്ല അതിൽ നിന്ന്. പക്ഷെ എർത്ത് റൗണ്ടാന്നുള്ളത് നിങ്ങൾ അടിപൊളിയായിട്ട് വിശ്വസിക്കും. ഫ്ലാറ്റാന്ന് ഒരാൾ വിശ്വസിക്കില്ല. പക്ഷെ പ്രൂവ് അതിന് ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട്. നിങ്ങളത് കാണാൻ നിൽക്കണില്ല, കാരണം നിങ്ങളുടെ മനസ്സിന് പിശാച് ഓൾറെഡി പിടിച്ചു. അതാണ് ഇവരുടെ ഒരു ടെക്നിക്ക്. ഇവർ പണ്ട് എന്തോ കാലയളവിൽ 1920 ആ ഒരു കാലയളവിൽ എന്തോ പറ്റി. ഇവരൊക്കെ പറയും ഗവൺമെൻറ്റാണ് ഇതിനെ ഇതാക്കണേ, ഗവൺമെൻറ്റിൻ്റെ രീതിയാണ് വർക്കിംഗ്. അല്ല, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അല്ലേ വരും. പിശാചിൻ്റെ ഒരു
ഭരണ രീതിയാണ് മനുഷ്യനെ പിടിച്ചു വെച്ച് പാപം ചെയ്യിപ്പിക്കുന്നത്. അത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് മെട്രിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ. ഇപ്പോൾ പിശാചിനെ നമ്മൾ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ മെട്രിക്സ് പൊളിക്കാം. അത് അത്രയ്ക്കും പിച്ച് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ പിശാച് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നത് ഒരാളെയാണ്. എല്ലാ മതങ്ങളും എടുത്ത് നോക്കിയാലും നിങ്ങൾ അതിൽ നോക്കി പിശാച് ആകെ ഫൈറ്റ് ചെയ്തേക്കണം ഒരേ ഒരാളെയാണ്, അത് ഈശോയാണ്. കാരണം ഈ പിശാചിനറിയാം ആ ഒരാൾ മാത്രം ത്രെട്ടായിട്ടുള്ളൂ. അപ്പോൾ മനുഷ്യന്മാരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് അവരെ നരകത്തിക്ക് കൊണ്ടുപോകും. അപ്പോൾ ദൈവത്തിൻ്റെ ക്രിയേഷനെ കളിയാക്കും പിശാച്. പക്ഷേ ഈശോ വന്നിട്ട് നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് വന്ന് ജീവിച്ച് മരിച്ച് പോവാണ്. അപ്പോൾ ഇത്രയും നന്മകൾ ചെയ്തിട്ട് ഈശോനെ കൊന്നു. നമ്മുടെ പാപങ്ങൾ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിനെ കൊല്ലണം. അതാണ് അതിനൊക്കെ ഇങ്ങനെ അർത്ഥാക്കി വല്ല അങ്ങനെയൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി പാപമൊന്നും ചെയ്യാണ്ട് നല്ല കുട്ടികളായിട്ട് ജീവിച്ചാൽ ദൈവം നമ്മളെ അങ്ങോട്ട് സ്വർഗത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ പിശാച് ഈ പാപങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രവർത്തനത്തിനെയാണ് ഈ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പിശാച് എന്നിട്ട് നമ്മളെല്ലാ പാപങ്ങളും വളരെ നോർമലാക്കി തുടങ്ങും. അത് പണ്ട് തൊട്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ദൈവത്തിനേക്കുള്ള വിഷൻ മാറ്റി പൈസയിലേക്ക് വെച്ചു. അപ്പോൾ പൈസയും സുഖങ്ങളും അതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ദൈവത്തിനെ മറക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കും. പക്ഷേ ഇതിൽ അവർ ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ആഡ് ചെയ്തു. ഗവൺമെൻറ്റാണ് ഇതൊക്കെ ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ തലയ്ക്ക് കുറ്റം വെച്ചിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ നടത്താം. പണമാണ് വലുതെന്ന് കാട്ടിക്കൊണ്ട് പണത്തിന് വേണ്ടിയിട്ടാണ് ഇവരും ഗവൺമെൻറ്റും ചെയ്യണം, അവരും ചെയ്യണം, ഇവരും ചെയ്യണം. അങ്ങനെ ചെയ്യുക. ഗവൺമെൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നടത്തുന്നത് മനുഷ്യന്മാരാണ്. അവർക്കും പിള്ളേരും കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കും തലമുറയുണ്ട്. അവരങ്ങനെ തെണ്ടിത്തരം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ പിശാച് അങ്ങനെ ചിന്തിപ്പിക്കുക, പണമാണ് വലുത്, അവരും പണത്തിന് വേണ്ടിയിട്ട് അവരെന്തോരം കൂടിപ്പോയി ഉണ്ടാക്കും, അവരെന്തോരം ഭൂമിയിൽ കെട്ടിപ്പിടിക്കാൻ പറ്റും. ഒരു ഗവൺമെൻറ്റിലത്തെ ഓരോ അധികാരികൾക്കും ഒന്നും പറ്റില്ല. അതൊക്കെ മനുഷ്യർക്കുള്ളതാണ്, അത് അവർക്കും അറിയാം. പക്ഷേ അവർ പണത്തിന് എന്തോ വലിയ വില കൊടുത്ത് നമ്മളെ പൊട്ടം തിരിപ്പിക്കും. അതാണ് ഞാൻ കണ്ടുപിടിച്ചതിൽ എനിക്കിത്. അപ്പോൾ കുറേ ആൾക്കാർ വാദിക്കും ഇപ്പോൾ അതൊക്കെ ഗവൺമെൻറ്റുകൾ, അതൊക്കെ ഗവൺമെൻറ്, അത് റിയൽ എസ്റ്റേറ്റ് പൈസക്കാർ, അത് ഇത് അല്ല. അതാണ് പിശാചിൻ്റെ ട്രിക്ക്. പൈസേനെ വേണ്ടിയിട്ട് നമ്മൾ അത് വെച്ച് നമ്മളെ പൊട്ടം തിരിപ്പിക്കും. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാരൊക്കെ ചെയ്യുന്നത്. അല്ല, അതൊക്കെ പിശാചിൻ്റെ കളികൾ. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതിൽ പലതും ബൈബിളിൽ എഴുതിയിരിക്കുന്ന പലതും പ്രൂഫായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഇഷ്ടം പോലെ വീഡിയോകളുണ്ട്. നിങ്ങളൊന്നും നോക്കണില്ല. ഞാൻ കുറേയൊക്കെ ഷോർട്സിലിട്ടുണ്ട്. ഇഷ്ടം പോലെ വീഡിയോകൾ ബൈബിളിലെ സത്യങ്ങൾ ട്രൂത്തായിട്ട്. പക്ഷെ അത് കാണാനാരില്ല. പക്ഷെ അതേ സാധനത്തിൻ്റെ അടിയിൽ പോയി നോക്കി നിങ്ങൾ ദൈവത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ പിശാചിൻ്റെ ആ മണ്ടന്മാരാണ് ഈ പിശാചിൻ്റെ ആൾക്കാർ. അവരുടെ മുകളിൽ അവരുടെ ഫോളോവേഴ്സിൻ്റെ ഇതിൽ തന്നെ അവരുടെ പിശാചിൻ്റെ ഇതുകളുണ്ട്. അവരുടെ പേര് എന്തോ വല്ല ഡെവിള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും. നമ്മൾ പണ്ടൊക്കെ ഡെവിൾസ് കിച്ചൺ എന്നിട്ട് കിച്ചണിൽ ഡെവിൾസ് ഓരോ അത് ഇത് ഹെല്ല് റൈഡർ തേങ്ങ മാങ്ങ അങ്ങനെയൊക്കെ ഓരോരുത്തർ പേരൊക്കെ വെച്ച് നമ്മൾ ഇട്ടില്ലേ. അതുപോലെ തന്നെ ഓരോ ജന്തുക്കളായിരിക്കും. അവരുടെ ഉള്ളിൽ അത്ര പിശാച് ഉണ്ടായിരുന്നു, നമ്മുടെ ഉള്ളിൽ അത്ര പിശാച് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തിരി ബോധം വെച്ചപ്പോൾ അതിൽ ഇങ്ങോട്ട് പോകുന്നു. എന്നാലും അതുപോലത്തെ പൊട്ടന്മാർ തന്നെ ഇതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ഇടണത്, ഒന്ന് പോടോ, ദൈവമില്ല, വെറുതെ ഇല്ല, അള്ളറച്ചില്ലറ അങ്ങനെയൊക്കെ പറയാം. അല്ല, ദൈവമുണ്ട്, നമ്മൾ തിരയാൻ നിന്നിട്ടില്ല. നമ്മുടെ തൊട്ടടുത്തുണ്ട് ദൈവം. പക്ഷെ നിങ്ങളാരും തിരയാൻ നിന്നിട്ടില്ല. ദൈവത്തിന് സപ്പോർട്ട് ഈ ഭൂമി ഇതൊക്കെ ഉണ്ടാക്കി, പ്രപഞ്ചം ഇതൊക്കെ ഉണ്ടാക്കി, ഇത്ര പെർഫെക്ഷനിൽ ഉണ്ടാക്കി, എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല ദൈവമുണ്ടെന്ന്. അത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തിൽ. ഇത്രയ്ക്ക് ഇത് ഉണ്ടാക്കിയതിൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്നായിരുന്നു ദൈവമുണ്ടെന്ന്. അപ്പം ഇത്ര ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയ ആള് ഈ ഭൂമിയിൽ പല സത്യങ്ങൾ, ഇപ്പം നമ്മൾ അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കുന്ന സത്യങ്ങൾ ആൾക്കത് റിയലായിട്ട് ആക്കാൻ പറ്റിയില്ല. ഇത്രയും വലിയ ക്രിയേഷൻ നടത്തിയ ആൾക്ക് ഡൈനോസോറിനെ കൊണ്ടുപോയിക്കാനും അതുപോലെ തന്നെ ജയൻസുകളൊക്കെ ഉണ്ടെന്ന് പറയാം, ജയൻറ്റുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ ബൈബിളിൽ പറയുന്ന ദാവീദ് ഗോലിയാത്ത്. ഇപ്പോൾ ദാവീദ് കവണ വെച്ച് ഗോലിയാത്തിനെ വീഴ്ത്തി. ആ ദാവീദിൻ്റെ കവണ കണ്ടിട്ടുണ്ടാകും, ഷെപ്പേർഡ്സ് സ്ലിംഗ്. അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താണ്. വലിയ ഇത്ര മൂന്നര കയറ്, അതിൻ്റെ നടുക്കൊരു കൊട്ടവൻ സാധനം, അതുമ്പോൾ കല്ല് വെച്ച് കറക്കിയിട്ട് ഇങ്ങനെ വീക്കണതാ. അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരെല്ലാം ആന വരെ ചെത്തുപോകും, അത്ര പവറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബൈബിളിന് കൂടുതൽ അർത്ഥം തോന്നും. അല്ലാണ്ട് നമ്മൾ പിന്നെ പണ്ടത്തെ കല്ലുകളും ഡൈനോസറിൻ്റെ പടം കുത്തി വെച്ചേക്കണം.
അതിൽ അവർ മനുഷ്യന്മാരെ ഡൈനോസറും ഇരിക്കുന്നത് ഇപ്പോഴും ഡൈനോസർ ഉണ്ട്. അങ്ങനെയാണ് ഫ്ലാറ്റ് എർത്ത് ആൾക്കാരൊക്കെ പറയുന്നത്. അതൊരു സ്ഥലത്തായിരിക്കും, നമ്മളറിയാത്ത കോണ്ടിനെൻറ്റുകൾ ചിലപ്പോൾ ഉണ്ടാവും, ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടാവും നമ്മൾ പോകാത്ത, ഗവൺമെൻറ് നമ്മളെ കാണിക്കാത്ത കുറേ സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ചെറുത്താൻ്റെ ആൾക്കാർ അർമാദിക്കിൻ്റെ ആവും. അപ്പം അങ്ങനെയാണ് ലോകം. അപ്പോൾ അവർ ഈ കോടികൾ പൈസയുള്ള, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം പൈസയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ പിശാചിൻ്റെ ആൾക്കാർ, അവരൊന്നും അവരുടെ റിയൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല. അപ്പോൾ അങ്ങനെ ആൾക്കാരുണ്ട് ഗവൺമെൻറ്റിനെ ഭരിക്കുന്നവർ, അതാണ് പിശാച്. അത് ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ നമ്മളൊക്കെ ഓരോരുത്തരെ കുറ്റപ്പെടുത്തും, ഈ മന്ത്രി പൊട്ടെ, ആ മന്ത്രി അല്ല, അവരെ അങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. ലൈക്ക് അവരെ ആരൊക്കെയോ പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അവരതിൽ വീഴുന്നു, അവർ മനുഷ്യരാണ്, അവരതിൽ വീഴും. അതിൽ നമ്മൾ ഓരോ ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മൾ പിശാചിനെ കുറ്റപ്പെടുത്താം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുള്ളൂ. പിശാചിനെ കുറ്റപ്പെടുത്തണം, മനുഷ്യനെ കുറ്റപ്പെടുത്തല്ല. ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യരെ കുറ്റപ്പെടുത്താണ്ട് പിശാചിനെ കുറ്റപ്പെടുത്താം. അപ്പോൾ നമുക്ക് പല സത്യങ്ങളും വേഗം ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ കള്ളത്തരം, എന്തിനിങ്ങനത്തെ കള്ളത്തരം പറയുന്നു, ഓരോ ഇതുകൾ. ഇപ്പോൾ ഈ മാട്രിക്സുകാർ എന്തിനിത് ഫ്ലാറ്റാന്ന് വിൽക്കുന്നത്, അത് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനി എന്ന മതത്തിന് പവർ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചത്. ഇപ്പോൾ ബാക്കി മതങ്ങൾ തെറ്റില്ല, ബാക്കി മതങ്ങൾ ബുദ്ധൻ പറയുന്നതിൻ്റെ അത്രയ്ക്കും അടിപൊളിയായിട്ട് ഒരാളും ലൈഫിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതത്ര പഴമയിലുള്ള ആൾ ലൈഫിനെ പറഞ്ഞിട്ട് ഇത് ഇപ്പോഴും ബാധിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ ജീവിത രീതി മാറിയിട്ടുണ്ടെന്നുള്ളൂ, ചിന്താഗതിയും ഇമോഷൻസും മാറിയിട്ടില്ല. മനുഷ്യനെന്നും മനുഷ്യനാണ്. അതൊക്കെ നമ്മുടെ തലേന്ന് വിട്ട് കളഞ്ഞിട്ട് നമ്മൾ എന്തോ ഒരു ഡബിളായി മാറാം. ഇപ്പോഴാണ് ആൾക്കാരിപ്പോൾ മൊബൈൽ ഫോൺ അത് ഇതൊക്കെ യൂസ് ചെയ്ത് അത് പൊട്ടായ രീതിയിൽ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ തലേനെ ബാധിക്കുക. അത് നമ്മൾ അറിയാണ്ട് നമ്മളപ്പോൾ പാപങ്ങൾ ചെയ്തു പോകുമ്പോൾ ദൈവത്തിനും മറക്കും. ഈ 10 കൽപ്പന ഇപ്പം ഈ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തെറ്റിക്കും. ആ ക്രിസ്ത്യാനികളതിൽ ഏറ്റവും ടോപ്പ്. ഇത്രയ്ക്ക് സത്യങ്ങളുള്ള ക്രിസ്ത്യാനികൾ ഇത് വിശ്വസിച്ചില്ലെങ്കിൽ, ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എനിക്ക് ഒരു വിഷമം തോന്നി. എനിക്ക് അത്ര സത്യം ഇതായിട്ട് തോന്നി, ഞാൻ പറയുന്നത് അത്ര കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. ക്രിസ്ത്യാനികൾ പോലും ഇപ്പോൾ ദൈവം പറയുന്നത് വിശ്വസിക്കുന്നത്. ഞാൻ ആലോചിക്കും, ഇത്ര ഇതുണ്ടാക്കിയ ആള് പറയുന്ന പോലെ കാര്യങ്ങളില്ല എന്ന് നമ്മൾ എന്തിന് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് എന്തുകൊണ്ട്? നമ്മൾ പഠിച്ചേക്കണത് ഇങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചത് എന്തോരമാണ്. ഇപ്പം ഞാൻ ഫ്ലാറ്റ് എർത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നീൽ ആംസ്ട്രോങ് കാല് കുത്തിയിട്ടിട്ട്, നീൽ ആംസ്ട്രോങ്ങിൻ്റെ മുന്നിൽ ബൈബിൾ കൊണ്ടു നിർത്തിയിട്ട് നീ ഇതുമ്മേ കൈ വെച്ചിട്ട്, വലത് കൈ വെച്ചിട്ട് ഇടത് കൈ ഉയർത്തി പിടിച്ചിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പറയുമ്പോൾ ആൾ പറയാണ്ട് പോണ കുറേ വീഡിയോകളുണ്ട്. അപ്പം അതുപോലെ തന്നെ കയർമ തൂങ്ങിയിട്ടാണ് ഇവർ വീഡിയോ എടുക്കണം ഇങ്ങനെ സ്പേസിൽ, അതൊക്കെ പൊട്ടി വീഴുന്നത്, അങ്ങനെയൊക്കെ കുറേ മണ്ടത്തരങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോഴും നാസർ ഇത് വെള്ളത്തിൻ്റെ അടിയിലാണ്, അവർ സ്പേസിനെ അവർ ഇങ്ങനെ കാണിക്കണം. ഇന്നേ വരെ ഫെർണമെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഭൂമിയുടെ മുകളിലൊരു വലയ, അതിൻ്റെ മുകളിലേക്ക് ഒന്നും പോവില്ല. അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ അനക്കം അത് രീതി, അതൊക്കെ ശരിക്കും അതൊക്കെ നമ്മൾ ഫ്ലാറ്റ് എർത്തിനെ കുറിച്ച് തിരയാൻ പോകുമ്പോൾ അറിയില്ല. ഫെർണമെൻ്റ് പൊട്ടിച്ചിട്ടില്ല. പണ്ടത്തെ ഗവൺമെൻറ്റിൽ ഓരോരുത്തർ പറയുന്ന വീഡിയോകൾ വരുന്നുണ്ട്, ഗവൺമെൻറ് പറയുന്നത്. ഇന്നേ വരെ ഇതൊന്നും ഒരു തുളയിടാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഒരു ദിവസം നമ്മൾ ഇടുന്ന പറയാം. അതുപോലെ തന്നെ പിന്നെ ഇഷ്ടം പോലെ വീഡിയോ പ്രൂഫുകളുണ്ട്. ഈ പ്ലെയിനിൽ ആൾക്കാർ പോകുന്നത്, അതുപോലെ ഇത്ര സ്പീഡിലുള്ള വണ്ടി, ഫ്ലൈറ്റ്, ഇത്ര കൂടെ തൊട്ട് അത്ര വരെ U-14 SU-14 അങ്ങനെ എന്തൊക്കെയോ ഒരു പേരുള്ളൊരു ഫൈറ്റർ ജെറ്റ് ഇത്ര സ്പീഡിൽ അവിടെ വരെ എത്തും. അപ്പോൾ ഈ വളവുണ്ടെങ്കിൽ ഇവരെങ്ങനെ ഈ വളച്ചിട്ട് ഇങ്ങനെ വരണേന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ അതൊക്കെ വരുമ്പോഴാണ് ഇവർക്ക് ഓരോ മണ്ടത്തരങ്ങൾ പറ്റണം. ഭൂമി ഫ്ലാറ്റ് അല്ല എന്ന് അവർ പറഞ്ഞത് കൊണ്ട് അവർക്ക് വരുന്ന മണ്ടത്തരങ്ങൾ. അതുപോലെ തന്നെ ഈ സണ്ണിൻ്റെയും മൂണിൻ്റെയും ഓരോ മൂവ്മെൻ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞ് കറക്റ്റ് മെഷർ ചെയ്ത് ഫ്ലാറ്റാണ്. അതുപോലെ കുറേ ഇതുകളുണ്ട്. ഞാൻ പൊട്ടനാന്ന് നിങ്ങൾക്ക് വിചാരിക്കാം, പക്ഷെ നിങ്ങൾ തിരയാൻ നിന്നിട്ടില്ല. നിങ്ങൾ എന്ന് തിരയാൻ നിന്നു ദൈവത്തിന്, നിങ്ങൾ തിരയാൻ നിന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും എൻ്റെ ഒരു ഉള്ളിൽ നിന്ന് എടുത്ത് പറയണത്. എനിക്ക് നിങ്ങളെ ഇത് വിശ്വസിപ്പിച്ചിട്ടൊന്നും കിട്ടാൻ പോണില്ല, പക്ഷെ നിങ്ങളത് തിരയാൻ നിന്നിട്ടില്ല. നിങ്ങളത് തിരയാൻ നിന്ന്, അതുപോലെ തന്നെ ബൈബിളിനെ വായിച്ച് ബൈബിളിൽ വിശ്വസിച്ച് തുടങ്ങിയ, നിങ്ങൾ ദൈവത്തിനെ കാണാൻ പറ്റി തുടങ്ങിയ, നിങ്ങൾ പിന്നെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും. അപ്പോൾ അങ്ങനെയാണ് പല സത്യങ്ങൾ. അപ്പോൾ ഓരോ ഇതുകളിലും മതങ്ങളിലും പറയണത് വളരെ ഫലപ്രദമായ ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹിന്ദുസിൻ്റെ ഇതിൽ അവർ എനർജികളും ചക്രകളൊക്കെ കുറിച്ച് പറയുന്നത്, അതൊക്കെ എന്തൊരു രസം. അതൊക്കെ മനുഷ്യനെ പഠിച്ചിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ
ദൈവം ഇതൊക്കെയാണ് അവരുടെ വർക്കിംഗ് ആയിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ ദൈവം ഉദ്ദേശിച്ചത് നിങ്ങൾ സ്വർഗത്തിലെത്തണം. ചെകുത്താൻ ഇവിടെ അവരെയും എഫക്റ്റ് ചെയ്യും. ഈ നിങ്ങളുടെ ഈ ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചെകുത്താനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർ ലൈക്ക് ദൈവം ഉണ്ടാക്കിയിട്ട ഈ ഭൂമിയിൽ കൃത്യമായി ജീവിച്ചവരായിരിക്കും. നമ്മൾക്ക് അവരെ ദൈവത്തെ പോലെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അവർ റിയൽ ദൈവങ്ങളാവണം എന്ന് നിർബന്ധമില്ല. അതൊക്കെയാണ് ബൈബിൾ വായിച്ച കൂടുതൽ നമുക്ക് അത് കിട്ടും. നിങ്ങൾ ഓരോരുത്തരും ദൈവങ്ങളാണെന്ന് വിചാരിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവർ ഒന്നുമല്ല. അതൊക്കെ പ്രൂവ് ചെയ്യാനാണ് ഈശോനൊക്കെ ഇങ്ങോട്ട് വിട്ടത്. ഈശോ സാധാ മനുഷ്യനായിട്ട് ജീവിച്ച് ഈ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ച് അത്ഭുതങ്ങൾ നടത്തി മരിച്ചു പോയി. അങ്ങനെയാണ്. ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. ഇപ്പോൾ ദൈവമായിട്ടിരിക്കും. ദൈവവും ഈശോയും ഒന്ന് തന്നെയായിരുന്നു. പക്ഷെ ഈ മനുഷ്യനായി ജീവിച്ച ടൈമിൽ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. ആ ടൈമിൽ മാതാവിനെയൊക്കെ വിളിക്കുന്നത് അമ്മയെന്നാണ്. അത് കഴിഞ്ഞ് സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ടൈമിൽ സ്ത്രീയെന്ന് വിളിക്കുന്നത്. അവിടെ തന്നെയാണ് വ്യത്യാസങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കണം ബൈബിളിൽ. അപ്പോഴാണ് ആ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അതുപോലെ തന്നെ മെട്രിക്സിനെ കുറിച്ച് പറയണമെങ്കിൽ അത് വളരെയധികം ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിലേക്ക് പറയും. ഇപ്പം ഞാനിടുന്ന വീഡിയോ വളരെ ലെങ്ത്ത് കൂടിപ്പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ കട്ട് ഷോട്ട് ചെയ്ത് ഇത്രയ്ക്ക് എത്തിക്കാൻ നോക്കാം. ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരും. അതിൽ ഇത്തിരി കൂടെ ബെറ്ററായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. നിങ്ങളപ്പോൾ ഷോർട്സ് കാണാൻ മറക്കരുത്. അങ്ങനെ പുതിയ വീഡിയോയിൽ കാണാം. ടാറ്റ.